സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് പ്രഗത്ഭനായ നമ്മുടെ പ്രസിഡന്റ് നൗഷാദ് സിദ്ദീഖ് പാർക്ക് മൂന്നാമത് ഔട്ടിലേക്ക് പോകുന്നു. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വയനാട്ടിലാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ ചെമ്മാട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട് വയനാട് ഒരു റിസോർട്ടിലാണ്. റിസോർട്ടിൻ്റെ പേര് ഞാൻ മറന്നു എന്തായാലും. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളിവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന യാത്രയിൽ ബസ്സിൽ കുറച്ചൊക്കെ പാട്ട് പാടി, പിന്നെ അവിടെ അവരെ കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് സമയം ഉണ്ടാവും. ആ സമയം ഞങ്ങൾ അടിച്ചു പിടിക്കും. അപ്പോൾ കൂടെ നെജിലാമിനുണ്ട്, ഫീമെയിൽ സിംഗറായിട്ട്, പിന്നെ ഞാനും, പിന്നെ ഇതിൽ എൻ്റെ മെമ്പേഴ്സ് ഒരുപാടുണ്ട്, 40 ആളുണ്ട്. അവരൊക്കെ ആ തലക്കെത്തിക്കണം. ഞങ്ങൾ നടന്ന് നീങ്ങാതെ ഇടങ്ങറായിട്ട് പോവാണ്. കണ്ടില്ലേ? അപ്പോൾ വ്യവസായി ഏകോപന സമിതിയുടെ മെമ്പർമാരാണ് ഇരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ എവിടേക്ക് വിടും? റിസോർട്ടിൻ്റെ പേരെന്താ? കോൺഫിഡ റിസോർട്ടാണ്. കോൺഫിഡ റിസോർട്ട് എന്നാണോ? അങ്ങനെ എന്തോ ഒരു റിസോർട്ടാണ്.
വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ നട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു നല്ല മുട്ടിലോറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ പാട്ടുകാരാ മാറിയതോ അന്തപുരത്തെ മകറാണി അന്തപുരത്തെ മകറാണി ചാനലിലെ റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള ഉപ്പയും മോളും എന്ന റിയാലിറ്റി ഷോയിലെ പ്രശസ്തരായിട്ടുള്ള അഷ്റഫും മിൻഹ ഫാത്തിമയും ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിന് ശേഷം നമ്മളെ ബദറുൽ മുനീറിനെയും ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഞങ്ങള് വയനാട് വന്നു. മഴവിൽ മനോരമയിലെ ഫെയിം അഷ്റഫ് ഖാൻ, അതുപോലെ തന്നെ അഷ്റഫ് ഖാന്റെ മോള് മിൻഹ ഫാത്തിമ അത് അവിടെ, അത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ആ ഊഞ്ഞാലടണ്ടില്ലേ, അത് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. മിൻഹ ഫാത്തിമി നമ്മളെ നജിലാമീനാണ് ആടുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് മഴവിൽ മനോരമ ഫെയിം സെലിബ്രിറ്റികളുടെ കൂടെ ഇന്ന് ഞങ്ങളുടെ റിസോർട്ട്, എന്താ റിസോർട്ടിന്റെ പേര്? ആ റിസോർട്ടിൽ ഞങ്ങൾ ആടുകയാണ്, ആർമാദിക്കുകയാണ്. ശരി, എന്നാ നീച്ചത്, എന്നാ മിന്നരിക്ക്. ആ നജിലോ അയിമരിക്ക്. ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആയത്. അയ്യവാ, ആ ഞങ്ങൾ ആടുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളെ മഴവിൽ മനോരമയിലെ ഫെയിം ഉപ്പയും മോളും, അതിലെ നമ്മളെ കണ്ടസ്റ്റന്റ് നമ്മുടെ മിൻഹ ഫാത്തിമ അതാ ഞങ്ങളെ അപ്പുറത്തെ അറ്റത്ത്, നജിലാമിനുവിൻ്റെ ബാക്കിൽ. ഞങ്ങൾ വയനാട്ടിൽ വന്നിട്ട് അവരെ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ആടുകയാണ്. അവിടെ നിൽക്കറേ ഞാനാക്കുക. അവര് ചായ വീശതാ. ആ ഷാള്
എന്താ തല കറങ്ങും. മതി മതി മതി. വീഡിയോ എടുക്ക് വീഡിയോ എടുക്ക്. ആശിച്ചു പോയി ഞാൻ മരണമുനാകിനെ മത്സരം നടക്കുന്നത് എല്ലാവരും ഉണ്ട്. സമ്മതിക്കാരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രഗത്ഭനായ പ്ലെയറുമായിരുന്നു. അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ തകൃതിയായ മത്സരം നടക്കുകയാണ്. ചോദ്യം ചെയ്യാൻ പാടില്ല. ട്രിപ്പ് ലീഡ് ചെയ്ത ആളാണ് നമ്മുടെ ബോസ് നൗഷാദ്. സിറ്റി പാർക്ക് ഹോട്ടലിൻ്റെ ഓണറാണ്. അതുപോലെ തന്നെ ഇസുക്ക ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ
അടിച്ചുകൊണ്ടിരിക്കുന്നത്. അമർക്ക നൗഷാദ് ബോസ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മത്സരം. ആരാണ് വിജയി? അതുപോലെ തന്നെ പുതിയ ഫാമിലി എത്തിയിട്ടുണ്ടെന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. പാർക്കിലൊക്കെ കളിക്കുന്നുണ്ടല്ലേ. എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആട്ടോ. സ്കൂളിലെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാണ്ട് കാണാൻ. ഇടയ്ക്ക് നൗഷാദ് കോമഡി പറയുന്നുണ്ട്. നമ്മളെ നൗഷാദൊക്കെയാണ് സിറ്റി പാർക്ക് ഹോട്ടലിൻ്റെ ഓണർ. നൗഷാദൊക്കെ എന്താ പറയാനുള്ളത്? നമ്മൾ ലൈവ് അല്ല ബ്ലോഗിലേക്ക് പോവാണ്. ഇത് നമ്മളെ ബദറുൽ മുനീർ 1.5 ദിവസമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. നല്ല ഉഷാറായിട്ടാണ് പെർഫോം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ടീമൊക്കെ വളരെ വിജയമായിട്ട് നമ്മളെ കൂടെ വന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട്. അദ്ദേഹത്തിന് ഈ ഭാവി എന്നും നിലനിർത്തി കൊടുക്കട്ടെ എന്ന് സർവ്വശക്തിയോട് പ്രാർത്ഥിക്കാം. നൗഷാദ് ഖാന്റെ കെയർ ഓഫിൽ ഒരുപാട് പരിപാടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുമ്പ് ഞാൻ സൈലന്റ് വാലി റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നമ്മളെ നൗഷാദ് ബോസിന്റെ പ്രോഗ്രാമായിരുന്നു. എന്തായാലും ഇവിടെ നല്ലൊരു തകൃതിയായ മത്സരം നടക്കുകയാണ്. അപ്പോൾ മത്സരത്തിന്റെ തിരക്കിലാണ് എല്ലാവരും. അതുപോലെ തന്നെ നമ്മളെ ഇസുക്ക ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ കോർഡിനേഷനിൽ മുന്നിട്ട് നിൽക്കുന്ന ആളാണ്. ഉള്ളാട്ട് വൈദ്യശാല അല്ലേ? ആഫ്റ്റർ ഡെലിവറി അഡ്മിറ്റ്. അതെ. ഞങ്ങളത് 1901 അങ്ങാടിയിൽ വന്നതാണ്. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ വൈദ്യരംഗത്ത് 102 കൊല്ലം മമ്പറം തങ്ങൾക്ക് വരെ ചികിത്സ ചെയ്ത് ഞങ്ങളെ അന്നത്തെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഫാദറൊക്കെ കോട്ടക്കൽ ആര്യവൈദ്യശാലിന് വാര്യരുടെ ശിഷ്യന്മാരാണ്. മക്കളെ ഞങ്ങളെ ജ്യേഷ്ഠന്റെ മക്കളൊക്കെ 3 ആൾക്കാരും ആര്യവൈദ്യന്മാരാണ്. പിന്നെ അലോപ്പതിയിലും ഞങ്ങളെ ഭർത്താവ് ഞങ്ങളെ പെങ്ങളെ കുട്ടികളെ ഞങ്ങളെ ഒരു വൈദ്യ ഫാമിലിയുടെ അലോപ്പതി അതോടൊപ്പം ഞങ്ങൾ ഇന്നലെ 1.5 ദിവസമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട് കോൺഫിഡ റിസോർട്ടിലാണ്. ഈ കോൺഫിഡ റിസോർട്ടിൽ വന്ന പാടന്നെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എന്നൂരിൽ പോയി. എന്നൂരിൽ നിന്ന് തുടങ്ങിയ ബദർ മുനീർ നജില ആസിയ നജിലാന്റെ ഉമ്മ ആസിയ, അതേപോലെ തന്നെ വളരെ മനോഹരം. ഞങ്ങൾക്ക് ഏറെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് നല്ല പ്രോഗ്രാമായിരുന്നു. ഇനി ഞങ്ങളുടെ അടുത്ത ജേഴ്സിയിലെ പ്രോഗ്രാമിലേക്ക് വരെ ഞങ്ങൾ ക്ഷണിക്കാൻ വേണ്ടി നല്ല മനോഹരമായ പ്രോഗ്രാം. നിങ്ങൾക്ക് ആർക്കും ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന ബദറുൽ മുനീർ തണ്ടിലാം. ഓക്കെ, താങ്ക് യു. മത്സരം വീണ്ടും നടന്നുകൊണ്ടിരിക്കട്ടോ. നമ്മളെ അമർക്കയാണ് ഇപ്പൊ തട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണിലുണ്ണിയും മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായുള്ള പ്ലെയർ ആയിരുന്ന ലോട്ടസ് ബാവ ലോട്ടസ്. നല്ല കൈയ്യൊക്കെ ഒരുക്കി. ഏത് രംഗത്തെ പ്ലെയർ? ഏത് രംഗത്ത്? ബോൾ ശരിക്കും വെക്കുന്ന കൈ തട്ടിയ ഇത് നമ്മളെ അമർ സീനത്താണ്. സീനത്ത് ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാണ്. എന്തായാലും നമ്മളെ ഈ ഒരു യാത്ര കോർഡിനേഷൻ ആൻഡ് കെയറിങ്, നമ്മളെ യാത്രയിൽ വന്ന എല്ലാവരെയും വളരെ ഒരു മുൻനിരയിൽ നിന്നിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് നമ്മളെ അമർക്കയാണിത്. എന്തായാലും അമർക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളെ പ്രേക്ഷകരോട്? അടിപൊളി പാട്ടായിരുന്നു, പൊളിച്ചു, അടിപൊളിയായിരുന്നു. താങ്ക് യു. അങ്ങനെ നമ്മളെ നജിലാമിന് ഒരു ഗോൾ അടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിസിലടിക്കുമ്പോ ചെരുപ്പഴിച്ചിട്ട് അടിച്ചോ. ഒരു ട്രെയിൽ അവിടെ ആ ഹോട്ടലിന്റെ ഉള്ളിൽ പോകാൻ പോകട്ടാ. ആ ഹോട്ടലിന്റെ ഉള്ളിൽ
എങ്ങനെ അടിച്ചാ ട്രയലാണ് ഇന്നലെ രാത്രി നമ്മളെ കോരിത്തെരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സ്വർണ്ണ കോയിന് വേണ്ടിയുള്ള ഇതിലടിക്കണം, എന്തായാലും അടിക്കണം. ഗോൾഡ് കോയിൻ അവിടെ ബസ്സിലടിക്കുമ്പോ ഗോൾഡ് കോയിനാണ്, മിസ് ചെയ്യരുത്. അവിടെ വിസിലടിക്കുമ്പോ സമാധാനം പോലെ അടിക്കും, സമാധാനം പോലെ. സ്വർണ്ണ കോയിൻ ആകെ പ്രശ്നമായി മത്സരം ആകെ അങ്ങോട്ടും ഇങ്ങോട്ട് ബാക്കി നടക്കത്തിലാണ്. തീരുമാനമാണോ? മൂന്ന് ഗോൾ അടിച്ചവര്, 2 ഗോൾ അടിച്ചവര്, 1 ഗോൾ അടിച്ചവരൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാതെ നമ്മളെ നെജിലാമിന് 2 ഗോൾ അടിച്ച്, എനിക്കാകെ 1 ഗോൾ അടിക്കാൻ കഴിഞ്ഞ്. ആകെ ആദ്യമായിട്ടാണ് ബോള് കാലിൽ തൊട്ടിക്കണല്ലേ. ആകെ റഫറിനെ ആരോ പ്രൊവോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ലേഡീസ് മത്സരാർത്ഥികൾ മുന്നിൽ വന്നിരിക്കുകയാണ് നെജിലാമിനു ശേഷം. അതുപോലെ പറഞ്ഞു ശേഖരത്തിന് പോയി. അത് റെഡിയായി. 1 ഗോള് ഞാൻ അടിച്ച പോലെ 1 ഗോൾ അടിച്ചിരിക്കുകയാണ്. അടിപൊളി, കൂളായി പോയി. ദിശ മാറി. നേരത്തെ അടിച്ചാൽ മതി. കേരളത്തിൽ വരികയാണെങ്കിൽ അതിന്റെ റഫറിയെ കണ്ടിട്ടേ പോവുകയുള്ളൂ. കോളേജിന്റെ മുൻ താരവും ഇപ്പോൾ അലിമിയുടെ ട്രഷറുമായിട്ടുള്ള അമർ 2 ഗോൾ അടിച്ചിരിക്കുന്നു. ഗോളിലേക്കാണ് നമ്മൾ പോകുന്നത്. പോയിരിക്കുകയാണ്. 3ാമത് ഔട്ടിലേക്ക് പോകുന്നു. ചെമ്മാടിന്റെ മാനം കാക്കാൻ ഒരു ഷൂട്ടൗട്ട് മത്സരത്തില് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് സ്വാഗതം കൊടുക്കുന്നത് നമ്മുടെ മുംതാസ് ജ്വല്ലറി കമ്പനി സിറാജുദ്ദീൻ. ഷൂട്ടൗട്ട് മത്സരത്തിലെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് വ്യാപാരി വ്യവസായ വേദികൾ, അതുപോലെ ഒത്തിരി ക്ലബിന്റെയും സാംസ്കാരിക സാമ്പത്തിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മതപരമായുള്ള കാര്യങ്ങൾ വരെ ഇടപെടുന്നു. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നാട്ടിലേക്ക് തിരിക്കുകയാണ്. എല്ലാവരും സെറ്റായിട്ട്
പുതിയ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബസ് റെഡി ആയിരിക്കാം കേട്ടോ. എല്ലാവരും അതിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറാണ് റിട്ടേൺ പോകുന്നുണ്ടോ. ഇതാണ് ബസ്സിൻ്റെ വലിയ റിസ്ക്കുള്ള ഏർപ്പാടല്ല, അതാണ് ഞാൻ ഇതാക്കിയത്. ഫുഡ് എവിടുന്നാണ്? ആണുങ്ങളൊപ്പം ഇരിക്കരുതെന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. അടിവാരം അടിപൊളി സദ്യയാണ്. സദ്യ എല്ലാവർക്കും സപ്ലൈ ചെയ്തത്. പൊരിച്ച മീനെത്തിയിരിക്കുകയാണ്. മാന്തൾ, ചിലാമീൻ. അതായത് നിങ്ങൾക്ക് ഇന്നലെ ചെമ്മാടുന്ന് സിറ്റി പാർക്കിന്റെ മുന്നിൽ നിന്ന് വന്ന് കോൺഫിഡൻസ് വരെ എത്തി ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരിച്ചു വരുന്നു. അതിന് ബസ്സിന് ചില ആൾക്കാർക്ക് പറയാം, ബസ്സിന്റെ സൗകര്യം പറയാം,